ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ വീണ്ടും കൊൽക്കത്തയിലെത്തുന്നു. 19 വർഷങ്ങൾക്ക് ശേഷമാണ് തസ്ലീമ നസ്രീൻ ഇന്ത്യയിലെ തന്റെ വീട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൊൽക്കത്തയിൽ വീണ്ടും എത്തുന്നത്. മതമൗലികവാദത്തിനെതിരായുള്ള ഒരു സാഹിത്യ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനാണ് തസ്ലീമ നസ്രീൻ ഓഗസ്റ്റ് 1 കൊൽക്കത്തയിൽ എത്തുന്നത്. കൊൽക്കത്തയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ, അതായത് ഈ സാഹിത്യ ഉത്സവത്തിൽ തസ്ലീമ നസ്രീൻ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ബംഗാൾ ധനകാര്യമന്ത്രി സ്വപൻ ദാസ് ഗുപ്തയും പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. 1994 മതമൗലികവാദികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബംഗ്ലാദേശ് വിടേണ്ടി വന്ന തസ്ലീമ നസ്രീൻ ഇന്ത്യയിലെത്തുന്നത്. അന്നു മുതൽ 2007 വരെ തസ്ലീമ നസ്രീൻ താമസിച്ചിരുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ 2003 മുതൽ തസ്ലീമ നസ്രീനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറിയിരുന്നു. തുടർന്ന് 2007 ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ബംഗാൾ ഭരിക്കുന്ന സമയത്താണ് തസ്ലീമ നസ്രീന് ഈ ബംഗാൾ വിടേണ്ടി വന്നത്. തസ്ലീമ നസ്രീനെ ആദ്യം ബംഗാളിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന് ജയ്പൂരിലെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും പിന്നെ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തിരുന്നത്. അതിനുശേഷം അവർ സ്വീഡിഷ് പൗരത്വം സ്വീകരിച്ച യൂറോപ്പിലേക്ക് പോകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നിരവധി തവണ തസ്ലീമ നസ്രീനെ വിവിധ സംഘടനകൾ ബംഗാളിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരും പിന്നീട് അധികാരത്തിൽ വന്ന മമതാ ബാനർജി സർക്കാരുമൊക്കെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുമതി നിഷേധിക്കാനുണ്ടായത്. ഇപ്പോൾ 3 സംഘടനകൾ ചേർന്നാണ് ഈ സാഹിത്യ ഉത്സവം നടത്തുന്നത്. ആ സാഹിത്യ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനാണ് തസ്ലീമ നസ്രീൻ 19 വർഷങ്ങൾക്ക് ശേഷം ഈ ബംഗാളിൽ എത്തുന്നത്. ഓഗസ്റ്റ് 1 കൊൽക്കത്തയിലെ ഒരു വാർത്താ സമ്മേളനത്തിലും ഈ തസ്ലീമ നസ്രീൻ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. BJP സർക്കാർ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തസ്ലീമ നസ്രീൻ്റെ ഈ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊൽക്കത്തയിൽ ഇപ്പോൾ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ബംഗാളിലെ BJP നേതാക്കൾ തസ്ലീമ നസ്രീൻ്റെ ഈ മടങ്ങി വരവിന്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ആ മടങ്ങി വരവിന് വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തസ്ലീമ നസ്രീൻ ഈ 1-ാം തീയതി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും ഈ സാഹിത്യ ഉത്സവത്തിലും ഈ BJP സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുമ്പ് തനിക്ക് ബംഗാൾ വിടേണ്ടി വന്ന കാലത്തുണ്ടായിരുന്ന സർക്കാരുകളെ സംബന്ധിച്ചും എന്ത് പരാമർശങ്ങൾ നടത്തുമെന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.